PC ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ PC ജോർജ്, ഇതേ രീതിയിൽ തന്നെയുള്ള കൂടിയാലോചന BJP നേതൃത്വവുമായിട്ട് താങ്കളും നടത്തിയതാണല്ലോ പാർട്ടിയിലേക്ക് പോകുന്നതിന് മുൻപ്. അപ്പോൾ ജയരാജൻ ശരിക്കും ഈ BJPയിലേക്ക് പോകുവാനുള്ള ശ്രമമാണോ നടത്തിയത്, അതോ BJPയും CPMും തമ്മിലുള്ള ഒരു രഹസ്യബന്ധത്തിനുള്ള ശ്രമമാണോ നടത്തിയത്? താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ? താങ്കളുടെ അറിവ് എങ്ങനെയാണ്? അല്ല, അത് ഓരോരുത്തരുടെ മാനസിക നിലയല്ലേ. ഞാൻ വളരെ ശക്തമായിട്ട് ആലോചിച്ച് എന്നെ ഈ പിണറായി വിജയൻ അടിച്ചൊരു ശല്യം തുടങ്ങിയപ്പോ എന്നെ ശല്യപ്പെടുത്തുമ്പോഴൊക്കെ എന്നെ സഹായിക്കാമെന്ന RSകാരും BJPക്കാരുമാണ്. അതുകൊണ്ട് BJPയോട് ചേരുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ട് ഞാൻ പഠിച്ച മോദിയെപ്പോഴും പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി ചേരുന്ന ഗുണകരമാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ BJP ചേർന്നത്. ആ ചിന്ത EP ജയരാജൻ ഉണ്ടായ തെറ്റു പറയാൻ പറ്റും. EP ജയരാജൻ ഏറ്റവും ശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ രണ്ടുപേരെയാണ് ഞാൻ ഒരു മനുഷ്യമുഖമുള്ള, ഒന്ന് EP ജയരാജനും ഒന്ന് കോടിയേരി ബാലകൃഷ്ണനും. കോടിയേരി ബാലകൃഷ്ണൻ നമുക്ക് മൺമറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. EP ജയരാജൻ എന്ന് പറഞ്ഞ ഒരു രോഗിയാണ്, വെടിയേറ്റവനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വെടിയേറ്റവനാണ്. എന്നിട്ട് ശക്തമായി നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ അപമാനിക്കാവോ? അദ്ദേഹം BJPയിലേക്ക് വരുന്ന ഒരു സംശയം വേണ്ട, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുള്ളതിൽ ഒരു തർക്കമില്ല. അത് ആർക്കും വേണ്ടാത്ത ജയരാജൻ. അതായത് എന്താന്ന് വെച്ചാൽ എനിക്ക് മുമ്പ് ഈ ചാനൽ ചർച്ച പങ്കെടുക്കുന്നവർ പറഞ്ഞ എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാനിവിടെ പത്തനംതിട്ട അനിൽ സ്ഥാനാർത്ഥി പ്രവർത്തകരായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കേട്ടില്ല. അല്ല, ഇക്കാര്യത്തിൽ ഒരു സംശയം കൂടി ഉണ്ടല്ലോ ശ്രീ PC ജോർജ്. ഇപ്പോൾ ഇതിൽ ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്നയാൾ, താങ്കൾ നേരത്തെ ദല്ലാലിനെ പറ്റി സംസാരിച്ചിട്ടുള്ളയാളാണ്. ഈ ദല്ലാൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ ജാവദേക്കറുമായിട്ട് EP ജയരാജൻ സംസാരിച്ചു, അത് ഈ ദല്ലാളിന്റെ സാന്നിധ്യത്തിലായിരുന്നു. അത് പക്ഷേ ഈ BJPയും CPMും തമ്മിലുള്ള രഹസ്യബന്ധത്തിന് വേണ്ടി, ഈ വോട്ടെടുപ്പിലെ രഹസ്യബന്ധത്തിന് വേണ്ടി ഉള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡീലിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കേരളത്തിലെ വോട്ടർമാരെ ചതിക്കുന്നതിന് തുല്യമാണല്ലോ. അത് മാത്രമല്ല, കോൺഗ്രസിനെതിരെ CPM വർഷങ്ങളായി ഉന്നയിച്ചു വരുന്ന ഒരു ആരോപണമാണ് ഈ BJPയുമായുള്ള രഹസ്യബന്ധം എന്നുള്ളത്. അപ്പോൾ CPM യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ EP പോയത്, BJPയുമായി ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയായിരിക്കുമല്ലോ. അല്ല, ഞാൻ പറയട്ടെ, ഈ ഓരോ വ്യക്തിയുടെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടത്. ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഈ ദല്ലാൽ നന്ദകുമാർ എത്ര കൊല്ലമായിട്ട് എനിക്കറിയാവുന്ന ആളാണ്. അയാളുടെ സ്വഭാവം എനിക്കറിയാം. അയാളെ ഒരു കോൺഗ്രസ്സുകാരനാണ്. ആദ്യം നിങ്ങൾ പഠിക്കുക, അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണ്. ബൈ ബർത്ത് ഒരു കോൺഗ്രസ്സുകാരനാണ്. എന്നിട്ട് എല്ലാ പാർട്ടിയുടെയും ആൾക്കാരുടെ കൊടുത്ത് നടക്കും. ഞാൻ എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത 4000 പേർക്ക് വർഷം കൊടുത്ത ആളാണ്. അങ്ങനെ വ്യക്തിബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചു പോകുന്ന ആളായാള്. അതുകൊണ്ട് അയാൾ പറഞ്ഞത് ശരിയാവണമെന്നില്ല. ഞാൻ ചോദിക്കട്ടെ, EP ജയരാജനെ എപ്പോഴും നേതാവ് അങ്ങനെ ജാവദേക്കറോട് സംസാരിച്ച്, ഞാൻ ജാവദേക്കറോട് ചോദിച്ചിട്ട് സത്യം പറയാം, എനിക്കറിയില്ല. സംസാരിച്ചെങ്കിൽ ഒരു സംശയമില്ല, പിണറായി വിജയന്റെ അനുവാദത്തോടെയാണ്. പിണറായി വിജയൻ അറിയാതെ നടക്കില്ല. പക്ഷെ ഒരു സത്യം നിങ്ങൾ അറിഞ്ഞോളുക, കേരളത്തിൽ BJP കോൺഗ്രസുമായിട്ടോ CPMമായിട്ടോ യാതൊരു ചർച്ചയും ബന്ധങ്ങളുമില്ല. വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ആരോപണങ്ങളാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ ഇത് ചർച്ച നടത്തിയത് ജയരാജൻ ജാവദേക്കറുമായി സംസാരിച്ച കാര്യം സമ്മതിച്ചു. അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കേരളത്തിന്റെ ചുമതലയുള്ള ആളുമായിട്ട്, BJPയുടെ മുതിർന്ന നേതാവുമായിട്ട് സംസാരിക്കണമെങ്കിൽ അത് വെറുതെ കുശലം പറച്ചിലായിരിക്കില്ലല്ലോ. അത് സംസാരിക്കാമെന്ന് ഞാനിപ്പോ എന്താണ് സംസാരിച്ചു വെച്ചാൽ കറക്റ്റ് നിങ്ങളോട് പറയാം. യൂസ് നമ്പർ ഞാനല്ലേ, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ നാളെ ആട്ടം സംസാരിച്ച് കറക്റ്റ് കാര്യം പറയാം കേട്ടോ. ശരി, ഒരു കാര്യം കൂടി PC, എങ്ങനെയുണ്ടായിരുന്നു വോട്ടെടുപ്പ്? പത്തനംതിട്ടയിൽ എന്തെങ്കിലും സ്ഥാനാർത്ഥി എന്റെ അടുത്തോടെ ജയിച്ച അനിൽ ആന്റണി MPക്ക് യാത്രയിൽ കൊടുക്കാൻ പോവാണ്. എന്റെ വീട്ടിലുണ്ടായിരുന്ന 1 മണിക്കൂറായിട്ട് അദ്ദേഹം വണ്ടിയിൽ കയറി പത്തനംതിട്ടയ്ക്ക് പോകണം, നാളെ ഡൽഹിക്ക് പോകണം എന്നാണ് പറഞ്ഞത്. 100% താമര വിരിയാൻ പോവാണ് പത്തനംതിട്ട. അതിനൊരു തർക്കവും വേണ്ട, യാതൊരു തർക്കവും വേണ്ട. 100% ബോധ്യത്തോടെ ഞാൻ പറയുന്നു.